പിന്നീട് ഇത് സ്മാർട്ട് ഫോണുകളിലേക്കും എത്തി. അതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുവാനായിട്ട് മാർക്കറ്റുകളെയും പിന്നീട് ഷോപ്പുകളെയും ആശ്രയിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ബെഡ്റൂമുകളിലോ ഹോളിലോ ഒക്കെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു കാലഘട്ടം ഡെവലപ്പ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയ ഫിജികാർട്ട് എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഫിജിറ്റൽ എന്നൊരു ആശയം പരിചയപ്പെടുത്തിയ കമ്പനിയാണ് ഫിജികാർട്ട് കമ്പനി. അതായത് ഒരേ സമയം ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന കമ്പനിയാണ് ഫിജികാർട്ട് കമ്പനി. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിൽ അതിശക്തമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രികളെ ഒന്നിച്ചു ചേർത്ത് പ്രവർത്തിക്കുന്ന കമ്പനി എന്നുള്ള പ്രത്യേകതയും ഫിജികാർട്ടിന് മാത്രം സ്വന്തമാണ്. ആ 4 ഇൻഡസ്ട്രികളാണ് നിങ്ങൾ ഈ സ്ലൈഡിലൂടെ കാണുന്നത്. ഒന്ന് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് കൊമേഴ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുന്ന എല്ലാ വാങ്ങൽ കൊടുക്കൽ ഇടപാടുകളെയും നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് ലോകത്തിൽ അതിശക്തമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. അതിന് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള റോൾ മോഡൽസ് നമുക്കൊക്കെ പരിചയമുള്ളതുമാണ്. രണ്ടാമത്തെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ റെഫറൽ മാർക്കറ്റിംഗ് ആണ്. നമുക്കറിയാം ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് റെഫറൽ മാർക്കറ്റിംഗ്. ഇന്ന് ലോകത്തിലെ വളരെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി കൂടിയാണ് റെഫറൽ മാർക്കറ്റിംഗ്. അതും നമ്മുടെ ഫിജികാർട്ടിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. മൂന്നാമത്തെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാം ഒരു ഉൽപാദകരിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ സാധനങ്ങൾ അതിന്റെ ശരിയായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിരവധി കോടീശ്വരന്മാരെ അല്ലെങ്കിൽ കോടീശ്വരികളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഒരു ഇൻഡസ്ട്രി നമുക്ക് ഫിജികാർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. നാലാമത്തെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹെൽത്തിന് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നമുക്ക് ഹെൽത്തും വെൽനസും ഒരുപോലെ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതും നമ്മുടെ ഫിജികാർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരേപോലെ ഏതൊരു സാധാരണക്കാരും ഒരുപോലെ ഹെൽത്തും വെൽത്തും നൽകുന്ന ഒരു കമ്പനി കൂടിയാണ് ഫിജികാർട്ട്. ഈ ഒരു സ്ലൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇ കൊമേഴ്സ് ഒരു ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആണ്. 2009 ഈ ഒരു ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി വഴി 390 കോടി രൂപയുടെ വരുമാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ 2016 ആയപ്പോഴേക്കും അത് 3800 കോടി രൂപയിലേക്ക് എത്തി. 2026 20,000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് അത് വളരും എന്നാണ്, ആ ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി വഴി സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേയധികം ബിസിനസ് മോഡൽസിനെ നമുക്കറിയാം. അതിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ പേരാണ് സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഫേസ്ബുക്ക്, ആമസോൺ, പേപാൽ, ഊബർ, ഓല, ഫ്ലിപ്കാർട്ട് ഒക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ബിസിനസ് മോഡൽസ് ആണ്. ഈ ഒരു സ്ലൈഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ബൂമിംഗ് ആണ്. അപ്പോ നമുക്കറിയാം ഈ ഒരു സ്ലൈഡിൽ കുറച്ച് രാജ്യങ്ങളുടെ പേരും അവിടുത്തെ പോപ്പുലേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ USA എന്ന രാജ്യത്ത് നമുക്കറിയാം 32 കോടി ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ് USA. അവിടെ ഈ ഒരു ഇൻഡസ്ട്രി വഴി അവർക്ക് നേടാനായത് 2,12,550 കോടി രൂപയുടെ ടേൺ ഓവർ ആണ്. അതേസമയം ചൈന എന്ന രാജ്യത്ത് 140 കോടി ജനസംഖ്യയുള്ള ചൈന എന്ന രാജ്യത്ത് 1,77,450 കോടി രൂപയുടെ ടേൺ ഓവർ നേടാൻ സാധിച്ചു. എന്നാൽ അതേസമയം നിങ്ങൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ അറിയാം ഇന്ത്യ എന്ന രാജ്യത്ത് 132 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ എന്ന രാജ്യത്ത് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി വഴി നേടാൻ സാധിച്ചത് 13,080 കോടി രൂപയുടെ ടേൺ ഓവർ മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പോപ്പുലേഷന്റെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് മറ്റു രാജ്യങ്ങളെയൊക്കെ കടത്തിവെട്ടാനുള്ള ഒരു പവറുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഈ ഒരു ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ്. കാരണം അത്രത്തോളം ഈ ഒരു ഇൻഡസ്ട്രി വഴി ഡെവലപ്പ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കയ്യിൽ കിട്ടിയ അവസരത്തിന്റെ സാധ്യത മനസ്സിലാക്കണം. ഈ ഒരു അവസരത്തില് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലും അതൊരു സിലബസ് ആയി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ നോവ സദേൺ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ, അങ്ങനെ നിരവധി യൂണിവേഴ്സിറ്റികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സിലബസ് ആയി തന്നെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്.
ഇത് നമ്മുടെ ഫിജിക്കാർഡ് കമ്പനിയുടെ ദുബായ് ട്രേഡ് ലൈസൻസ് ആണ് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ പാൻ കാർഡ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇന്ത്യ എന്ന ഈ ഒരു രാജ്യത്ത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് 100% പാലിച്ചുകൊണ്ട് തന്നെയാണ് ഫിജിക്കാർഡ് ഈ ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫിജിക്കാർഡ് ഏതൊക്കെ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതാത് സ്റ്റേറ്റുകളുടെ ഗൈഡ് ലൈൻസ് 100% പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഫിജിക്കാർഡ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് 100% ലീഗലായിട്ടുള്ള ഒരു കമ്പനിയാണ് ഫിജിക്കാർഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് നമ്മുടെ ഫിജിക്കാർഡ് ഇന്ത്യ ലോഞ്ചിങ് ടൈമിൽ വന്ന കുറച്ച് വാർത്തകളാണ്. അത് കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി അടക്കം ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള പ്രമുഖ പത്രങ്ങളിലെല്ലാം അന്ന് അതൊരു ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു ഫിജിക്കാർഡ് ഇന്ത്യ ലോഞ്ചിങ് ടൈമിലുള്ള ഒരു പിക്ചറാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മുൻ ഭക്ഷ്യമന്ത്രി ശ്രീ തിലോത്തമൻ സാർ ആയിരുന്നു അന്ന് ആ ഒരു ഇനാഗുറേഷൻ നടത്തിയത്. ഇത് ഒരു ദുബായിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറാണ്. 2016 ദുബായിലാണ് ഫിജിക്കാർഡ് ആദ്യമായി ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 2018 ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലേക്ക് നൽകുന്നത് ഏറ്റവും നല്ലൊരു മാനേജ്മെന്റ് കൈകളിലൂടെയാണ് ഫിജിക്കാർഡ് എന്ന ഈ ഒരു അവസരം നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തുന്നത്. ഈ ഒരു ടീം മാനേജ്മെന്റ് പറയുന്നത് ഡോക്ടർ ബോബി ചെമ്മണ്ണോ സാറാണ്. ഡോക്ടർ ബോബി ചെമ്മണ്ണോ സാറിനെ അറിയാത്ത ഒരു മലയാളിയോ ഒരു ഇന്ത്യക്കാരനോ ഇന്നുണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി കൂടിയാണ് അദ്ദേഹം. ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. 164 വർഷത്തോളം ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ബിസിനസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള വിഷനോടും മിഷനോടും കൂടി പ്രവർത്തിക്കുന്ന കമ്പനി കൂടിയാണ് ഫിജിക്കാർഡ്. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് നൽകിക്കൊണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ കൂടി വളരെ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നമ്മുടെ ഫിജിക്കാർഡ് കമ്പനിയുടെ തൃശ്ശൂരിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലോജിസ്റ്റിക് വാഹനങ്ങളുടെ ചിത്രം കാണാൻ സാധിക്കും. നമ്മുടെ ഗോഡൌണുകൾ, അതുപോലെ സൂപ്പർ സ്റ്റോറുകളുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 70-ൽ പരം സ്റ്റോറുകളും ഫിജി സൂപ്പർ സ്റ്റോറുകളും അതുപോലെ തന്നെ മാളുകളും ഫിജിക്കാർഡിന് ഇന്ത്യക്കകത്തുണ്ട്. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എന്താണ് ഫിജിക്കാർഡ് മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതില് കമ്പനിയുടെ ഓൺ പ്രോഡക്റ്റുകളും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡഡ് സാധനങ്ങളും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഫിജി ഫാഷൻസ് എന്ന പേരിൽ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഫിജി ബ്രാൻഡ്സിൽ ആര്യസുക്ത, ഫിജി ഗ്രീൻ, ഡി, ബോബി, ലിയവെയർ, ബോബി ആൻഡ് മർഡോണ, അങ്ങനെ നിരവധി ബ്രാൻഡിൽ കമ്പനി ഓൺ പ്രൊഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്നു. അതുപോലെ പോപ്പുലർ ബ്രാൻഡ്സ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ, സോണി, സാംസങ്, ലെനോവോ, ടൈറ്റാൻ, ചെമ്മണ്ണൂർ, ഓപ്പോ, വിവോ, അങ്ങനെ നിരവധി നമുക്ക് പുറത്ത് മറ്റു കടകളിൽ വാങ്ങാൻ സാധിക്കുന്ന ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഫിജിക്കാർഡിന്റെ സൈറ്റിലൂടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെ എൻട്രി ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് നമ്മുടെ KYC ഡോക്യുമെന്റ്സ്, ആധാർ, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇത്രയും രേഖകൾ നിങ്ങളെ ആരാണോ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിജിക്കാർഡിലെ ഒരു സ്റ്റോർ, ഒരു ഓൺലൈൻ സ്റ്റോർ നിങ്ങളുടെ പേരിൽ അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ഓൺലൈൻ സ്റ്റോറിലൂടെ നിങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് ഫിജിക്കാർഡിലൂടെ ബിസിനസ് ചെയ്യുവാനോ ഫിജിക്കാർഡ് എന്ന കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന വരുമാനങ്ങൾ നിങ്ങൾ വാങ്ങുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വൺ ടൈം പർച്ചേസിംഗ് നിങ്ങൾ നടത്തണം. ആ ഒരു വൺ ടൈം പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും പുറത്ത് മറ്റു കടകളിൽ നിന്ന് വാങ്ങുന്നവരാണ്. എന്നാൽ ഈ ഒരേ ഒരു തവണ മാത്രം ഫിജിക്കാർഡിന്റെ സൈറ്റിലൂടെ ആ സാധനങ്ങൾ ഒന്ന് വാങ്ങുക. അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പലചരക്ക് സാധനങ്ങളാവാം, ഡ്രസ് മെറ്റീരിയൽസ് ആവാം, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആവാം, പേഴ്സണൽ കെയർ ഐറ്റംസ് ആവാം, ഏതാണെങ്കിലും 4000-ന് പുറത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ സൈറ്റിലുണ്ട്. ആ പ്രോഡക്ട്സിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒറ്റത്തവണ മാത്രം നിങ്ങൾ ഇതിലൂടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിലുള്ള ആ ഒരു സ്റ്റോർ അവിടെ ആക്ടിവേഷൻ ആവുകയും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവകാശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു ബിസിനസ് എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം? നമുക്ക് രണ്ട് രീതിയിൽ ഈ ബിസിനസിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ഓൺലൈൻ പ്രൊമോഷൻ, രണ്ട് ഫിസിക്കൽ പ്രൊമോഷൻ.
ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോർ ആക്ടിവേഷൻ ആവുന്ന സമയത്ത് തന്നെ നമുക്കൊരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് നമുക്ക് കിട്ടും. ആ ഒരു ലിങ്ക് നമുക്ക് സോഷ്യൽ മീഡിയാസ് വഴി നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്ക്, ഗൂഗിള്, ട്വിറ്റർ എന്തിലൂടെ വേണമെങ്കിലും ഇന്ത്യക്കകത്ത് എവിടെയുമുള്ള നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് അവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോ അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു സൂം എന്ന പ്ലാറ്റ്ഫോം നമ്മുടെ ഒരു ഓൺലൈൻ പ്രൊമോഷന്റെ ഭാഗമാണ്. അടുത്തതായിട്ട് ഫിസിക്കൽ പ്രൊമോഷൻ. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും നേരിട്ട് ഈ ഒരു ബിസിനസ് അവസരത്തെ നമുക്ക് ഷെയർ ചെയ്തുകൊണ്ടും ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ഈ ഒരു ബിസിനസ് അവസരത്തിന്റെ സാധ്യത നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗും ഈ ഒരു ഇ കൊമേഴ്സ് മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് മുതലേ നമുക്ക് പരിചയമുള്ള ഒരു ബിസിനസ് രീതിയാണ്. ആ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു വ്യക്തി ഉൽപ്പാദിപ്പിക്കുന്ന, ഒരു മാനുഫാക്ചർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് 6ഓ 7ഓ കൈമറിഞ്ഞിട്ടാണ് നമ്മുടെയൊക്കെ വീടിനടുത്തുള്ള ചെറിയ കടകളിലേക്ക് എത്തുകയും അവിടെ നിന്ന് നമ്മളെ പോലെയുള്ള നിരവധി കസ്റ്റമേഴ്സ് വാങ്ങി വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പല ഇടനിലക്കാരൻ ഇതിനിടയ്ക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു ഇടനിലക്കാർ വഴി നമുക്ക് കിട്ടുന്ന സാധനത്തിന് ശരിയായിട്ടുള്ള വിലയേക്കാൾ അമിതമായിട്ടുള്ള ഒരു വില നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇ കൊമേഴ്സ് എന്ന ഈ ഒരു ഇൻഡസ്ട്രിയിലെ മാനുഫാക്ചറിൽ നിന്ന് നേരിട്ട് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അതെടുക്കുകയും അവിടുന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തുകയും ചെയ്തത് കാരണം നമുക്ക് പ്രോഡക്റ്റുകൾ നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നു. എന്നാൽ ഫിജിക്കാർട്ടിൽ ഈ ഒരു മാനുഫാക്ചറിൽ നിന്ന് ഈ ഒരു ഫിജിക്കാർട്ട് എന്ന ഈ ഒരു കമ്പനി ആ പ്രോഡക്റ്റ് വാങ്ങുകയും അത് നമ്മളെ പോലെയുള്ള നിരവധി കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫിജിക്കാർട്ടിൽ പാർട്ട്ണർ സ്റ്റോർ ഉടമകളായിട്ട് മാറിയിട്ടുള്ള വ്യക്തികളിലേക്ക് നേരിട്ട് എത്തിക്കുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് വളരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുകയും അതിലൂടെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു വരുമാനം നമുക്ക് ഫിജിക്കാർട്ടിലൂടെ നേടുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കമ്പനി ഇങ്ങനെ നമുക്ക് ഓഫർ ചെയ്യുന്ന പ്രോഫിറ്റുകൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത ഈ സ്ലൈഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6 തരത്തിലുള്ള ബെനിഫിറ്റുകൾ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. 1 റീറ്റെയിൽ പ്രോഫിറ്റ്, 2 ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, 3 ജനറേഷൻ ബോണസ്, 4 മന്ത്ലി പെർഫോമൻസ് ബോണസ്, 5 ആനുവൽ പ്രോഫിറ്റ്, 6 അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ KYC ഡോക്യുമെന്റ്സ് അടക്കമുള്ള രേഖകൾ നൽകിക്കൊണ്ട് നമ്മുടെ പേരിൽ ഒരു സ്റ്റോർ അവിടെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറിൽ നമുക്ക് 4000-ന് പുറത്ത് ഫിജിക്കാർട്ട് എന്ന ഈ ഒരു കമ്പനിയിൽ എന്തെല്ലാം പ്രോഡക്ട്സ് ഉണ്ടോ ആ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് കയ്യിലേക്ക് കിട്ടിയ നമ്മുടെ സ്റ്റോറിലൂടെയും നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിലൂടെ എന്ത് പ്രോഡക്ട്സുകൾ നമ്മൾ സെയിൽ ചെയ്താലും നമ്മുടെ ബന്ധുവോ സുഹൃത്തോ നമ്മുടെ ഈ ഒരു സ്റ്റോറിലൂടെ ഏത് സാധനം വാങ്ങിയാലും അതിന്റെ എല്ലാം 20% വരെയുള്ള റീറ്റെയിൽ പ്രോഫിറ്റ് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ലിങ്കുകൾ അയച്ചു കൊടുക്കും. നേരത്തെ പറഞ്ഞു നമുക്ക് റെപ്ലിക്കേറ്റഡ് ലിങ്ക് ഈ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കമ്പനി നൽകുന്നുണ്ട്. ആ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇന്ത്യക്കകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നമ്മുടെ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പർച്ചേസ് ചെയ്താലും അതിന്റെ എല്ലാം കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ 20% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കമ്പനി നൽകുന്നു. അടുത്തത് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ് രണ്ടാമത്തെ ഒരു വരുമാനം. നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ഈ ഒരു സ്റ്റോറിനെ നമുക്കൊരു ഫിസിക്കൽ രീതിയിൽ ഒരു ബിസിനസ്മാൻ എങ്ങനെയാണോ അതിന്റെ ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ വേയിലൂടെ നമുക്ക് കയ്യിലേക്ക് കിട്ടിയ ഡിജിറ്റൽ ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഫ്രാഞ്ചൈസികൾ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ വലിയ വരുമാനം ഈ ഒരു ഫിജിക്കാർട്ട് കമ്പനിയിലൂടെ നേടുവാൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസം നമുക്ക് ഒരു സെയിൽസ് വോളിയമാണ് നമുക്ക് കച്ചവടം നമ്മുടെ 2 ഫ്രാഞ്ചൈസികളിലൂടെയും ഒരു സെയിൽസ് വോളിയത്തിന്റെ കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ നമുക്കത് മാച്ച് ചെയ്തുകൊണ്ട് കമ്പനി 20 രൂപയും 100 സെയിൽസ് വോളിയത്തിന്റെ കച്ചവടമാണ് ഒരു ദിവസം നടക്കുന്നതെങ്കിൽ അത് മാച്ച് ചെയ്ത് 2000 രൂപയും 500 സെയിൽസ് വോളിയമാണ് നടക്കുന്നതെങ്കിൽ 10000 രൂപയും നമുക്ക് വരുമാനമായിട്ട് തരുന്നു. എന്നാൽ നമുക്കറിയാം കച്ചവടം എന്ന് പറയുമ്പോൾ എല്ലാ ഷോപ്പുകളിലും ഒരേപോലെ തന്നെ തുല്യമായിട്ട് കച്ചവടം കൃത്യമായിട്ട് നടക്കണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ഫ്രാഞ്ചൈസി ഒരു ദിവസം 500 സെയിൽസ് വോളിയത്തിന്റെ കച്ചവടവും അതേസമയം തന്നെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസിൽ നമുക്ക് 1000 സെയിൽസ് വോളിയത്തിന്റെ കച്ചവടവുമാണ് നടക്കുന്നതെങ്കിൽ അവിടെ 500 സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം മാച്ച് ചെയ്തുകൊണ്ടുള്ള 10000 രൂപ നമുക്ക് കമ്പനി നൽകുകയും എന്നാൽ ബാലൻസ് ഉള്ള 500 ആ ഒരു സെയിൽസ് വോളിയം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് ക്യാരി ഫോർവേഡിംഗ് ആണ്. പിന്നീട് എപ്പോഴാണോ നമുക്ക് ഒന്നാമത്തെ ആ ഒരു ഫ്രാഞ്ചൈസി ഇത് തുല്യമായിട്ടുള്ള കച്ചവടം നടക്കുന്നത് ആ സമയത്ത് അത് മാച്ച് ചെയ്തുകൊണ്ടുള്ള വരുമാനം കമ്പനി നമുക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം 20 രൂപ മുതൽ ഒരു ദിവസം മാക്സിമം 1500 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ടുള്ള 30000 രൂപ വരെയാണ് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതൊരു ഡെയിലി സീലിംഗ് കമ്മീഷനാണ്.
ഒരു ഫസ്റ്റ് ഇൻകം, ആദ്യത്തെ ഒരു ഇൻകം നമുക്ക് വീഴാൻ മാത്രം നമുക്കൊരു 1:2 അല്ലെങ്കിൽ 2:1 എന്നൊരു റേഷ്യോ കമ്പനി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീടുള്ള എല്ലാ സെയിൽസിനും നമുക്ക് കൃത്യമായിട്ട് ഈക്വൽ ആയിട്ടുള്ള വരുമാനം വീഴും. ആ ഒരു ഫസ്റ്റ് ഇൻകം മാത്രമാണ് ഈ ഒരു റേഷ്യോയിൽ വീഴുന്നത്. അടുത്തൊരു ഇൻകം കമ്പനി ഓഫർ ചെയ്യുന്നത് ജനറേഷൻ ബോണസ് ആണ്. നമ്മുടെ പാർട്ട്ണർ സ്റ്റോറിലൂടെ നമ്മൾ നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫിജിക്കാർട്ട് എന്ന ഈ ഒരു അവസരത്തിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ നേരിട്ട് പരിചയപ്പെടുത്തുന്ന വ്യക്തികളെയൊക്കെ കമ്പനി നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അവരിലൂടെ കടന്നു വരുന്ന വ്യക്തികൾ, അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പിന്നീട് കടന്നു വരുമ്പോൾ അവരെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആയിട്ട് പരിഗണിക്കുന്നു. അങ്ങനെ ഇങ്ങനെ താഴേക്ക് വരുന്ന 9 ജനറേഷനുകളിലുള്ളവരുടെ ഷോപ്പുകളിലൂടെ പിന്നീട് നടക്കുന്ന റീപർച്ചേസിംഗിലൂടെ കിട്ടുന്ന ഒരു ഇൻകം ആണ് ഈ ജനറേഷൻ ബോണസ്. അത് 20% മുതൽ 50% ടോട്ടൽ ബിസിനസ് വോളിയത്തിനനുസരിച്ചായിരിക്കും കമ്പനി നമുക്ക് നൽകുന്നത്. അടുത്തതായിട്ട് ഇതിൽ കമ്പനി നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വരുമാനമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. എന്നെ പോലെയുള്ള നിരവധി സാധാരണക്കാരെ ഈ ഒരു കമ്പനിയിലേക്ക് ആകർഷിച്ച ഒരു വരുമാനം കൂടിയാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കാത്ത ഒരു സാധാരണക്കാരനും എന്നില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയിലൂടെ നമ്മൾ നമ്മുടെ ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ആക്കി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കമ്പനിയുടെ മൂന്നാമത്തെ റാങ്ക് ആയിട്ടുള്ള കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് നമ്മുടെ 2 ഫ്രാഞ്ചൈസികളിലൂടെയും 2000 പോയിന്റിന്റെ 2000 സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം മാച്ച് ആവുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്ക് എത്തുന്നത്. ആ സമയം മുതൽ നമുക്ക് കമ്പനിയിൽ നിന്ന് മന്ത്ലി ഒരു പെർഫോമൻസ് ബോണസ് എന്ന പേരിൽ ഒരു വരുമാനം ലഭിക്കുന്നു. അതൊരു സ്ഥിര വരുമാനം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ഥിര വരുമാനം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 18,000 രൂപയ്ക്കും 21,000 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു വരുമാനമായിരിക്കും നമുക്ക് എല്ലാ മാസവും കിട്ടുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസും നമ്മുടെ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം തന്നെ പറയാവുന്ന ഒരു വരുമാനമാണ് ഈ ഒരു വരുമാനം. അടുത്ത കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു വരുമാനം ആനുവൽ പ്രോഫിറ്റ് ആണ്. ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനി, ഞാൻ പറഞ്ഞു കമ്പനിക്ക് റാങ്കുകളുണ്ട്. അതിൽ മൂന്നാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫോമൻസ് ബോണസ് എന്ന വരുമാനം ലഭിച്ചു തുടങ്ങുന്നത്. ആ ഒരു മൊത്തം 13 റാങ്കുകളാണ് കമ്പനിക്കുള്ളത്. ആ ഒരു കമ്പനിയുടെ അവസാനത്തെ 3 റാങ്കുകളിലേക്ക് എത്തുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു ആനുവൽ പ്രോഫിറ്റ് കമ്പനി ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഒരു വർഷം ഇന്ത്യക്കകത്ത് നടക്കുന്ന ബിസിനസിന്റെ 0.5 to 1.5% വരെ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ ആ ഒരു പ്രോഫിറ്റ് ആണ് ആനുവൽ പ്രോഫിറ്റ് ആയിട്ട് കമ്പനി നൽകുന്നത്. അത് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ, നാഷണൽ സെയിൽസ് മാനേജർ, നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നീ 3 റാങ്കുകളിലുള്ള വ്യക്തികൾക്കാണ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വരുമാനത്തോടൊപ്പം തന്നെ കമ്പനി നമുക്ക് കുറേയധികം റിവാർഡ്സുകളും അവാർഡ്സുകൾ കൂടി നൽകുന്നുണ്ട്. കമ്പനിയുടെ ഡിവിഷൻ സെയിൽസ് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് കാർ ഫണ്ട് ഒരു 5 ലക്ഷം രൂപ കമ്പനി നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ്, നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേർക്ക് പോകാനുള്ള ഒരു ട്രിപ്പാണ് കമ്പനി നൽകുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പ്രീമിയം കാർ ഫണ്ട് 50 ലക്ഷം രൂപയാണ് ആ ഒരു ഫണ്ട് കമ്പനി നമുക്ക് നൽകുന്നു. അതുപോലെ കമ്പനിയുടെ 13ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഹാപ്പി ഹോം ഫണ്ടാണ് 1 കോടി രൂപ, ഒരു വില്ല ഫണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനി നൽകുന്ന ഈ ഒരു ഫണ്ടുകളെല്ലാം നമുക്ക് കാർ ഫണ്ട്, ഹോം ഫണ്ട് എന്ന പേരിൽ നൽകുന്നുവെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ടാക്സ് കട്ടിയുള്ള എമൗണ്ട് ആയിരിക്കും കമ്പനി നൽകുന്നത്. പക്ഷെ ആ ഒരു യൂറോപ്പ് ട്രിപ്പ് മാത്രം നമ്മൾ ആ ഒരു ട്രിപ്പ് അറ്റൻഡ് ചെയ്യണം, അതിന്റെ കാശ് നമുക്ക് കമ്പനി നൽകില്ല. ആ ട്രിപ്പ് നമ്മൾ അപ്പോൾ ഇത്രയും ഇതിലും കാണിച്ചിരിക്കുന്നത് കമ്പനിയുടെ റാങ്കുകളാണ്. ആദ്യമായിട്ട് നമ്മൾ കമ്പനിയിൽ നമ്മുടെ സ്റ്റോർ രജിസ്റ്റർ ചെയ്യുന്നു. സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന പോസ്റ്റിൽ നിന്നുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, അങ്ങനെ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിലേക്ക് എത്തുന്ന സമയത്തേക്ക് എത്തുകയും ആ ഒരു വില്ല ഫണ്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്പനിയുടെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു